നമസ്കാരം കേരള. അങ്ങനെ നീണ്ട കാത്തിരിപ്പുക്ക് ശേഷം ഇന്ന് 100 ദിവസം തികയാണ്. അതെ, ബിഗ് ബോസ് സീസൺ 6 ഇന്ന് അവസാനിക്കുകയാണ്. നമ്മളിന്നിവിടെ ജിൻഡോൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഈ അവസാന മണിക്കൂറിൽ ജിൻഡോൻ്റെ ഫാമിലിക്കും നാട്ടുകാർക്കും എന്താണ് പറയാനുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇന്ന് ഫൈനലിലേക്ക് എത്തുകയാണ്. എന്താണ് പ്രതീക്ഷ? നമ്മുടെ ജിൻഡോ ചേട്ടൻ ജയിക്കുമോ? ജയിക്കും, ഉറപ്പല്ലേ? 100% ഉറപ്പുണ്ട്. 100% ഉറപ്പാണ്. അപ്പൊ ഇന്ന് കപ്പ് മാണിക്കുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് കിട്ടണം. ജിൻഡോ എങ്ങനെയായിരുന്നു ബിഗ് ബോസിന്റെ ഹൗസിനുള്ളിൽ? നല്ല അഭിനയവും നല്ല പരിപാടിയായിരുന്നു. നല്ല ജെനുവിൻ ആയിട്ടാണ് ആളുടെ കഴിവിന്റെ പരമാവധി ആള് ജനങ്ങളുടെ സപ്പോർട്ട് ജിൻഡോക്ക് കിട്ടും. നല്ല സപ്പോർട്ട് ഇവിടെ മാണിക്കക്കാരൻ എന്ന് പറയാൻ മാണിക്കാരൻ തന്നെ പുള്ളി നല്ല സപ്പോർട്ട് ഉണ്ട് പുള്ളിക്ക്. ചേട്ടാ, എന്താണ് ജിൻഡോനെ കുറിച്ചുള്ള അഭിപ്രായം? അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രോഗ്രാം കാണൽ കുറവൊന്നും സമയമില്ല. ഞാൻ വീട്ടിൽ ചിലപ്പോൾ 10 പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സ്കൂളിൽ വന്ന പിള്ളേരെല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ വീട്, എങ്ങനെയാണ് ആളെങ്ങനെയാണെന്നൊക്കെ. നമ്മൾ നല്ല അഭിപ്രായം പറയും, നമുക്ക് മോശം അഭിപ്രായം ഉണ്ടാകാൻ ആവശ്യമില്ല. കപ്പ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കണം എന്നെ എല്ലാവരും പറയണു. ഞാൻ കാണാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പറയണു കപ്പ് കൊണ്ടുവരും, കപ്പി കൊണ്ടുവരുന്നു. ചേട്ടാ, എന്താണ് ജിൻഡോനെ കുറിച്ചുള്ള പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. മാണിക്കോലത്തേക്ക് കപ്പ് കൊണ്ടുവരും. കപ്പ് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണോ ജിൻഡോയ്ക്ക്? ഇവിടേക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. നല്ല കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയുണ്ട്. അപ്പൊ ജിൻഡോനെ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ട്. വോട്ട് ചെയ്യുന്ന ആളാണോ? വോട്ട് ഡെയിലി വോട്ട് ചെയ്യാറുണ്ട്. ജിൻഡോനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. നന്നായിട്ട് ചെയ്യാനായിട്ട് നിന്നു. എന്തായാലും കപ്പ് അടിക്കും എന്നുള്ള വിശ്വാസം. മാണിക്കോലത്തേക്ക് കപ്പ് കൊണ്ടുവരും തോന്നുന്നു. കൊണ്ടുവരും. മാണിക്കോലത്തുകാർക്ക് കപ്പ് ജിൻഡോ കൊണ്ടു തരും. കിട്ടും. ജിൻഡോക്ക് എങ്ങനെയാ പറയാ, ഡീഗ്രേഡിംഗ് ഒക്കെ കുറെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെങ്ങനെ നോക്കി കാണണോ? ആള് നന്നായിട്ട് തന്നെ നിന്നു. നല്ല രീതിയിൽ തന്നെ ഡിഗ്രേഡിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് ഒക്കെ മാക്സിമം പുള്ളി പോസിറ്റീവ് ആക്കി എടുത്തു. നന്നായി തന്നെ നിന്നു. ചേട്ടാ, എന്താണ് ജിൻഡോനെ കുറിച്ചുള്ള അഭിപ്രായം? ജിൻഡോനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ആള് ജെനുവിനൊക്കെ ആയിട്ടാണോ? ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ. അത് തന്നെയാണ് ബിഗ് ബോസിൽ. ജിൻഡോ ജയിക്കും തോന്നുന്നു. ഇപ്പോ ജിൻഡോ കപ്പ് നേടി ഇവിടെ വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള ആഘോഷങ്ങളൊക്കെ സെറ്റായി. അതന്നെ, എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് തൊട്ട് ഇവിടം വരെ ഞങ്ങൾ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ജിൻഡോ ജയിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞതായിട്ടാണ് ഞങ്ങളുടെ അറിവ്. ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെയുണ്ട്. വളരെ പ്രതീക്ഷയാണ്. അതന്നെ, ഇവിടെ തന്നെ ലാലേട്ടന് ജിൻഡോന് കപ്പ് കൈ മാറിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അത്ര ഉറപ്പായി. ചോദിച്ചോ, പറയാം. ജിൻഡോ കപ്പടിക്കോ? ജിൻഡോ കപ്പടിക്കും. ഉറപ്പാണോ? ഈ പ്രാവശ്യത്തെ കപ്പ് ഇവിടേക്ക് തന്നെ വരുന്നുണ്ടോ? മണിക്കാലത്തേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ടോ? ഉറപ്പായിട്ടും. ആഘോഷങ്ങൾ എല്ലാം പരിപാടി റെഡിയാക്കി വെച്ചേക്കാണോ? അപ്പോൾ ആഘോഷങ്ങളില്ലാതെ പിന്നെന്താണ്? ഒരു ആഘോഷം അവിടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെ വിജയിച്ച് വരുമ്പോൾ നമുക്കിവിടെ നല്ല ആഘോഷമല്ലേ, ആഘോഷിക്കണ്ടേ, തകർക്കണ്ടേ. ഓക്കെ. പിന്നെ ഈ ജിൻഡോ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. ഞാൻ അവനുമൊക്കെ ഒരുമിച്ച് ചെറുപ്പം തൊട്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ അമ്മയോട്. പിന്നെ സ്വന്തം വീട് ഇവിടെയാണല്ലോ. ചെറുപ്പം തൊട്ട് ഞങ്ങൾ കളിക്കൂട്ടുകാരൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ ഒരുപാട് തൊഴിലിന് ഞങ്ങൾ ചെറുപ്പം തൊട്ട് പോയിട്ടുണ്ട്. ഈ ബാറിൽ പണിക്ക് പോയി എന്ന് പറഞ്ഞതും അതും ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. അതിവിടെ തൊട്ടടുത്തു നിന്നുള്ള ഒരു ചേട്ടൻ്റെ അവരെ അളിയൻ്റെ ബാറാണ് പാവർട്ടി കുന്നംകുളം. ആ ബാറിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഈസാക്കി. ഇപ്പോൾ ഈ കാണുന്ന പണ്ടത്തെ ഇതൊന്നും അല്ല, അവന് കൂടുതലും മൈൻഡുള്ള ആളാണ്. അല്ല, ഒരു ഗെയിമർ തന്നെയാണ്. അഭിമാന നിമിഷമായിരിക്കും. അത് സത്യമുണ്ടല്ലേ? നമ്മുടെ ഒരു നാട്ടുകാരൻ ജയിച്ചു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമല്ലേ?